സുഹൃത്തുക്കളെ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ സൈഡിലൊരു വീഡിയോ ഇങ്ങനെ പ്ലേ ആണെന്ന് കാണാം. ഷീ ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്ത അവതാരിക ചെയ്ത ഒരു വാർത്തയാണ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാടത്തിൻ്റെ സൈഡിലുള്ള കുറേ ഷൂകൾ, കുറേ ചെരുപ്പുകൾ ഏതെങ്കിലും യുദ്ധത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടതോ ഏതെങ്കിലും കലാപത്തിൻ്റെ ഭാഗമായിട്ട് ചെരുപ്പ് നഷ്ടപ്പെട്ടതല്ല. നമ്മുടെ വേടൻ്റെ പരിപാടി കാണാൻ വന്നിട്ട് ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് ആ ഒരു പാടത്ത് മുങ്ങിപ്പോയ ഉഴുത് മറച്ചിട്ട പോലെയുള്ള ആ ഒരു പാടത്ത് ആ ചളി മണ്ണിൽ താന്നുപോയ ചെരുപ്പുകൾ ആ നാട്ടുകാർ തന്നെ എടുത്ത് സൈഡിൽ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ 100,000 അല്ല കേട്ടോ, 10,000-കണക്കിന് ചെരുപ്പുകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നർത്ഥം. അതിൽ വില കൂടിയതുണ്ടായിരിക്കാം, വില കുറഞ്ഞതുണ്ടായിരിക്കാം. എന്തായാലും അത് എങ്ങനത്തെ വില കൂടിയതാണോ വില കുറഞ്ഞതാണോ എന്നുള്ള കണക്കെടുക്കുന്നതിന് അപ്പുറം എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ആ ഒരു പരിപാടി കാണാൻ വന്നിരുന്നതെന്നും അതിൻ്റെ ഒരു ഭീകരാവസ്ഥയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പാടത്തേക്ക് ആ ഒരു സ്ത്രീ അത് മുഴുവൻ വിശദീകരിക്കുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് പാടത്തേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. എത്ര ഇടമാണ് ആളുകൾ നടന്ന് ചളിക്കുളമാക്കിയിരിക്കുന്നത്, എന്തോരം പാടശേഖരങ്ങളാണ് ചളിക്കുളമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെരുപ്പുകൾ മാത്രമല്ല, വന്ന ആൾക്കാരുടെ പണം, സ്വർണ്ണമാലകൾ അതടക്കം ആ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. ഇനി അവിടെ എന്തുകൊണ്ട് വേടൻ വരാതിരുന്നു? ഇനിയിപ്പോൾ ആ വേടൻ വന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേടൻ അവിടെ വന്നിട്ട് ഭാരപ്പെട്ടെന്ന് തിരിച്ചുപോയി, ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു മരണം നടന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ വേടൻ തിരിച്ചുപോയത്. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ നേരിട്ട് ആദ്യ സമയത്ത് തന്നെ സംഘാടകർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സംഗതിയാണ് നമ്മളെല്ലാവരും കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാരായിട്ടുള്ള 2 സ്ത്രീകൾ, പ്രായം ചെന്ന 2 സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ധാരണ കിട്ടും. ിരിക്കണമെങ്കിൽ ഒന്നുകൂടെ കൊണ്ടുവരാം, എന്നാലും അവര് ഉണർന്ന് എണീക്കുള്ളൂ. സത്യമാണ് പറയണത്. അതിന് ഞങ്ങളും ഈ ഇവിടെ ഉള്ളവർ ഇനി അതിന് മനസ്സുള്ളവരാണ്. കാരണം ആ ഒരു ചെറുക്കനെന്ന് വെച്ചാൽ അവന്റെ തരക്കാരെല്ലാം കൂടെ ചെന്നതിന്റെ പേരിലാണ് അവൻ ഇത്രയും വിഷയം ഉണ്ടാഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിൽ വരാൻ അവൻ വന്നത്. വന്ന് പരിപാടി തുടങ്ങാൻ എന്നും പറഞ്ഞും കൊണ്ട് പോയതാണ്. അതിന് ശേഷമാണ് അവന്റെ മൊബൈലിൽ ഫോട്ടോ സഹിതം കിട്ടുന്നത് ഇങ്ങനെ ഷോക്കടിച്ച് അവന് മരണപ്പെട്ടു. ആ അവസ്ഥയിൽ അവൻ ഇവിടെ വന്ന് നിന്ന് അവൻ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ അവന് ചിലപ്പോ അറസ്റ്റ് ആയിരിക്കും വീഴുന്നത്. ഞങ്ങൾ എന്തായാലും ആ ഒരു പ്രായം ചെന്ന 2 സ്ത്രീകൾ പറയുന്നത് ആ വേടന് വീണ്ടും കൊണ്ടുവരണമെന്നാണ്. എന്തിനു വേടനെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം നടത്തിയതിന്റെ ഭാഗമായിട്ട്, അത് അറുകുളമായതിന്റെ ഭാഗമായിട്ട് ആ സംഘാടകർക്ക് അത്രയേറെ പഴി കിട്ടുന്നത്. നമ്മളാരും സംഘാടകരുടെ അവസ്ഥ ഏത് തരത്തിലാണെന്നുള്ള വിവരം നമുക്ക് കിട്ടില്ല. സംഘാടകരാരും ഇതുവരെയും ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ആരെയും ഇന്റർവ്യൂവിന്റെ മുമ്പിലേക്കോ ഏതെങ്കിലും ആളുടെ ഇന്റർവ്യൂ മുമ്പിലേക്കോ ആ സംഘാടകർ ആരും വന്നിട്ടില്ല. എന്തായാലും തുടക്കം മുതലേ ആ സംഘാടനത്തിൽ വന്നൊരു പിഴവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒന്ന്, അവർ ആ പാടത്ത്, ചളിക്കുളമായ പാടത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. 2, അവർക്ക് സംഭവിച്ച അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ആ മരണം. അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ആ മരണത്തെ തുടർന്ന് ആ പരിപാടി അവിടെ നടത്താൻ തീരുമാനിക്കുകയും എങ്ങനെയെങ്കിലും വേടൻ വരുമെന്നും വിചാരിച്ചത് അവർക്ക് തെറ്റി. അതിനുമുമ്പ് വേടൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, എനിക്ക് വരാൻ കഴിയില്ല. പിന്നീട് വേടൻ അവിടെ വന്നിട്ട് അവർ നേരിട്ട് നാട്ടുകാരുടെ കാര്യം പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വേടൻ സാധിച്ചില്ല. അത്രത്തോളം തിരക്കായിരുന്നു. നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി കാണാൻ വളരെ ദൂരദേശത്ത് വന്നവരാണെങ്കിൽ ആ ഒരു വൃത്തികെട്ട രീതിയിലാണ് അവിടെ പെരുമാറിയത്. നമുക്കറിയാം, ചളിയൊക്കെ എടുത്തിട്ട് വാരിയെറിഞ്ഞിട്ട് അവരുടെ ആ പല ഉപകരണം തകർത്ത് കളഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇവിടെ സംഭവിച്ചൊരു വലിയ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വേടന് വരാൻ കഴിയില്ല എന്നുള്ളത് സംഘാടകർ കൊടുത്ത ഇൻഫർമേഷൻ വളരെ മിസ് ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത്, ഒന്ന്, ആ ചളി വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾക്ക് PSC പരീക്ഷ മറ്റൊക്കെ വരാനുള്ളതാണ് എന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തുന്നു. 2, വേടൻ വരാതിരിക്കുന്നത് ഈ തിരക്ക് കൊണ്ടാണെന്ന് പറയുന്നു. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാരണം, അവിടെ ഒരു മനുഷ്യന് മരിച്ചു പോയതാണ്. ആ മരിച്ചുപോയതിന്റെ ഭാഗമായിട്ടാണ് വേടൻ അവിടെ പരിപാടി സംഘടിപ്പിക്കാൻ മനോവിഷമമുള്ളത്. ഇതൊന്നും ആ സംഘാടകർ തുടക്കത്തിലേ പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. എൻ്റെ വീഡിയോയ്ക്കാണ് താഴെ തന്നെ പറയുന്നത്, അവിടെ റേഞ്ച് കുറവായത് കാരണം ചേട്ടാ ഞങ്ങൾക്ക് ആർക്കും വേടന്റെ ആ ഒരു മെസ്സേജ് കിട്ടിയില്ല. വേടൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ സമാധാനപരമായി പോയേനെ എന്നാണ് അതിന് താഴെ ഒരുത്തന്നെ കമന്റ് ചെയ്തത്, എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുത്ത് കമന്റ് ചെയ്തത്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കേൾക്കാം. കാണികളാണ്. ആ കുട്ടിയെ പിടിച്ചോണ്ട് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ പോയ നിമിത്തമല്ലേ ഇപ്പൊ എങ്ങനെയെങ്കിലും അവൻ ഇറങ്ങി വന്നതാണ്. അവന് ആ സാഹചര്യം വന്ന് നിന്ന്
അവന് പരിപാടി നടത്താനുള്ള സാഹചര്യം അല്ല. പക്ഷെ അവൻ നല്ല ഒരു കുട്ടി ആയതിന്റെ പേർക്കാണ് അവൻ വരായിരുന്നത്. അല്ലെങ്കിൽ പണവും വാങ്ങിച്ച് അവൻ എന്ത് പരിപാടി നടത്തിക്കൂടെ? ആ കുട്ടി അത് ചെയ്തില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാക്സിമം വരാൻ നോക്കി. കിളിമാനൂരിൽ നിന്ന് ഇപ്പുറത്തോട്ട് 108 വണ്ടി പോയി അവനെ കൊണ്ടുവരാന്ന് മാക്സിമം അവര് നോക്കി. അതാണ് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട താമസം വന്നത്. പൊതുജനം പറയുന്നു ഇത്രയും വെയിറ്റ് ചെയ്യിച്ചാൽ എത്ര മണിയായാലും 11 മണിയായാലും കൊണ്ടുവരാൻ പുതിയാവ് തൊട്ട് ഇങ്ങോട്ട് ശകലവും വണ്ടി വരത്തില്ല. ആ സാഹചര്യമായി റോഡിലെല്ലാം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പോലീസ് മുഖാന്തരം അവരാ നിയന്ത്രണത്തിൽ കഴിയില്ല. അവര് മേലോട്ട് വിളിച്ചു പറഞ്ഞു, മേലൊന്ന് വിളി വന്നു, പരിപാടി നടത്താൻ പറ്റൂല, ക്യാൻസൽ ആകണം. അപ്പോഴാ എന്തായാലും ആ രണ്ട് സ്ത്രീകൾ പറയുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. എന്താണ് സംഭവിച്ചെന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നതാണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. വേടൻ അവസാന നിമിഷം ഒരു 108 ആംബുലൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പോലും എത്താൻ സാധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരക്കായിരുന്നു എന്നർത്ഥം. എന്തൊക്കെയായാലും ഇതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് വേടനെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നത്? ആളുകൾ എന്തിനാണ് വേടനെ കാണുന്നത്? എന്താണ് വേടന്റെ ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് മുമ്പിൽ ഒരു വീഡിയോ കൂടി അങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് കേട്ടു നോക്കൂ. രാജ്യം അനുവദിച്ചു തരുന്ന എല്ലാ നിയമ സംവിധാനത്തിനും താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയുള്ള കാരണമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആരാണ് പഠിച്ചത്? എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും. നമ്മളെ രാഷ്ട്രീയവാദികളാണ്. നമ്മളെ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഞാൻ എന്റെ രാജ്യത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്ര അതിനു വേണ്ടിയിട്ടാണ് ഈ തൊണ്ടగిരി പാട്ട് പറഞ്ഞത്. എങ്ങനെയുണ്ട്? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൊണ്ട കീഴ് പാട്ട് പാടുന്നതൊക്കെ. ഏതിനു വേണ്ടിയിട്ട്? ഇവിടെ ഈ യുവാക്കൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകളോട് പറയണം, യുവാക്കൾ ഞങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയാനുള്ളൊരു ആർജവം ഉണ്ടാവണം. അത് നിങ്ങളെ പഠിപ്പിക്കാനും ആ ഒരു ബോധ്യത്തിലേക്ക് ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ജാതീയതയും മറ്റൊക്കെ തകർത്തെറിയാൻ ശ്രമിച്ച ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ഇവരൊക്കെ പറ്റി നിരന്തരം നമ്മൾ അറിയണം, പാടണം, പറയണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം എന്നതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തൊണ്ട കീറി പാടി നടക്കുന്നതെന്നാണ് വേടൻ പറയുന്നത്. ഇതാണ് കാരണം, വേടനെ കേൾക്കാനുള്ള കാരണം. ഇതുപോലെ വേടൻ പറയുന്നത് പോലെ ഒരു ഡയലോഗ് നിങ്ങളെപ്പോഴെങ്കിലും MG സുരകുമാറിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? യേശുദാസിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ജാസി ഗിഫ്റ്റിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ കൊട്ടിയാടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുകാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ പ്രോബ്ലംസിനെ കുറിച്ച്, ജാതീയതയെക്കുറിച്ച്, ഇവിടെ അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വേടൻ വേടനായി നിൽക്കുന്നതും അവർ വേട്ടക്കാരായിട്ട് അപ്പുറത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതും. ബൈ.